അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് പിണക്കം മാറാൻ ആര് തമ്മിലുള്ള പിണക്കമായാലും ഭർത്താവ് ഭാര്യയുമായിട്ടുള്ള പിണക്കം, അല്ലെങ്കിൽ അമ്മായി അമ്മയുമായിട്ടുള്ള പിണക്കം, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം, അയൽപക്കവുമായിട്ടുള്ള പിണക്കം, അല്ലെങ്കിൽ മിത്രങ്ങൾ തമ്മിലുള്ള ശത്രുത, പിണക്കങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് മാറുന്നതിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള പിണക്കങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട്, ചില ആളുകൾ അത് മിണ്ടാതിരുന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും അല്ലെ. പിന്നീട് അവര് ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഒരു ആ, മിണ്ടാനോ വരുന്നത് അത് അങ്ങനെ ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ വരികയില്ല. പക്ഷെ നമ്മുടെ മനസ്സിലാണെങ്കിലോ അവർ വന്നൊന്ന് മിണ്ടിയാൽ തീരാവുന്ന ഒരു പിണക്കം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത് അല്ലെ. അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ. അപ്പൊ അതായത് നിത്യജീവിതത്തിൽ ഈ ഒരു ദിക്ർ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ആളുകളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ ആ പിണക്കം അവിടം കൊണ്ട് അവസാനിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഏത് ദിക്റാണ്? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ ഒരു നാമമാണ് യാ വദൂദ് യാ അല്ലാ എന്ന അതിമഹത്തായ ദിക്ർ. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് നമുക്ക് ആരുടെത്താണോ മിണ്ടേണ്ടത് അവരെ മുഖം മനസ്സിൽ ഓർമ്മിക്കേണ്ടത്. നമുക്ക് ദിവസവും എന്ത് ചെയ്യാം? ഇത് 100 തവണ വേണമെങ്കിലും ചൊല്ലിയിട്ട് പറയുക. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ദുആ ചെയ്ത ഇൻഷാ അല്ലാഹ് അതും സാധ്യമാകുന്നതാണ്. അതുമല്ല, നമ്മുടെ എല്ലാ ഫർള് നമസ്കാരങ്ങളുടെ ഇടയില് ഒരു 20 തവണ ചൊല്ലാം. അങ്ങനെയും ചൊല്ലാം. നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, പിണക്കങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അതിനുള്ള ഒരു ദിക്റാണ്, മനസ്സ് അലിഞ്ഞു കിട്ടുവാനുള്ള ഒരു ദിക്റാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് കയറി കാണുക. കാരണം നമ്മൾ ഇപ്പോൾ തിരക്കിട്ട ജീവിതത്തിനിടയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ആത്മീയ കാര്യങ്ങളും കൂടി ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേർ മറന്നു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും മറ്റൊരു ആളോട് വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ പിണക്കമോ വെച്ച് പുലർത്താതിരിക്കുക. അത് നല്ല ശീലത്തിന്റെ അടയാളമല്ല. കാരണം നമ്മൾ എത്ര നമസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ നോമ്പ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സക്കാത്ത് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിണക്കം ആയിരിക്കെ തന്നെ അതായത് ഏറ്റവും വലിയ തെറ്റുകളിൽപ്പെട്ട ഒരു തെറ്റാണ് നമ്മൾ മറ്റുള്ളവരോട് പിണക്കം 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി ഇരിക്കരുത് എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഓതുവാനും അതുവഴി പിണങ്ങിയിരിക്കുന്ന ആളുകൾ നിങ്ങളോട് സഹകരിച്ച് നല്ല രീതിയിൽ തുടരുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ചൊല്ലുവാനും അതുവഴി അത് ജീവിതത്തിൽ ഉപകാരപ്പെടുവാനും അതുവഴി പിണങ്ങി നിൽക്കുന്ന ആളുകൾ മിണ്ടുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള ഒരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.